السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. عباد الله أوصيكم وإياي بتقوى الله. ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ മണിക്കൂറുകളായിട്ട് അൽഹംദുലില്ലാ നമ്മുടെ ക്ലാസ് റൂമിൽ. ആദ്യം പല്ലു ഡോക്ടർ, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബ്. ഇപ്പൊ ഞാനും തന്നെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മൈക്കെടുത്തതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സമദ് ഫൈസിന്റെ ക്ലാസ് ഉണ്ടാവും. അതും തന്നെ അല്ലെ തുബ്ബുൻ നബി. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ നമ്മുടെ ആളുകളൊക്കെ അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, സംസ്ഥ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നു. അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യട്ടെ, ആമീൻ. പിന്നെന്താണ് ചില ചോദ്യങ്ങളിലേക്കാൾ അപ്പുറം ദുആ ചെയ്യാൻ വേണ്ടി ആളുകൾ ആവശ്യപ്പെടലാണ്. ഇഖാമ പുതുക്കി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് ഇഖാമ പുതുക്കി കിട്ടുന്നില്ല. 1-2 സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്, 1-2 കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലാണ് ഇപ്പൊ ഇഖാമ കഴിഞ്ഞ ആളുകൾക്ക് പുതുക്കി കൊടുക്കാത്ത എന്താ പ്രശ്നം, അങ്ങനെ ഉണ്ട്, അങ്ങനെയും ചില ഇതുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു വിഷമത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹവായ ഫദ്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ആ ഇഖാമ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വേഗം തീർത്തു കൊടുത്ത് എല്ലാം അള്ളാഹു ഭംഗിയായ രീതിയിലാക്കി കൊടുക്കട്ടെ. അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ, അവർക്ക് റാഹത്ത് നൽകുന്ന രീതിയിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കട്ടെ, ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 7-ന് ഭാര്യയും കുട്ടികളെയും ജിദ്ദ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഫാമിലി റൂം ശരിയായിട്ടില്ല. ഉസ്താദ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളൊക്കെ വേഗം ശരിയാക്കി തരട്ടെ. നിങ്ങളുടെ കുടുംബത്തെയൊക്കെ കൊണ്ടുവന്ന് സന്തോഷത്തോടു കൂടി കഴിയാൻ അള്ളാഹു സഹായിക്കട്ടെ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, എനിക്ക് PM ചെയ്യുമ്പോഴേ നിങ്ങളൊരു സലാം ചെല്ലിട്ട് എന്റെ മറുപടി കൊണ്ട് കാത്തു നിൽക്കരുത്. കുറെ ആൾക്കാരുണ്ടാവും അങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ബുസ്സടിച്ച് കണ്ടിരിക്കും. ചെല്ലും ഒരു സലാം ചെല്ലും, എന്നിട്ട് ഇങ്ങനെ ബുസ്സടിച്ച് കണ്ടിരിക്കും. എനിക്ക് ബുസ്സടിക്കാരൻ തീരെ പറ്റാത്തൊരു വിഷയമാണ്. പിന്നെ നമ്മളിപ്പോ ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കല് മാത്രമല്ലല്ലോ, നമുക്ക് വേറെ പണി നിസ്കരിക്കണം, ഭക്ഷണം കഴിക്കണം, അല്ലെ, കിതാബ് നോക്കണം, അങ്ങനെ പല പരിപാടികളുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങളെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ചോദ്യം PM-ൽ അടിച്ചിട്ടാൽ മതി. ഞാൻ എപ്പോഴെങ്കിലും അത് കാണുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മറുപടി നൽകും. എനിക്ക് സലാം ചൊല്ലിയ സലാമിന്റെ മറുപടിക്ക് സലാം അടക്കുന്നത് പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതില്ല എന്ന്. ഞാൻ ആ PM കാണുമ്പോൾ പിന്നെ സലാം അടക്കുകയും ചെയ്യും, അതിന് ചോദ്യത്തിന് മറുപടി നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ആ സലാം അടക്കിയതിന് ശേഷമേ ചോദിക്കൂ എന്ന പരിപാടിയിൽ നിങ്ങൾ ഒഴിവാണെന്ന്, അതാണ് ഈ പറഞ്ഞത്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ വ്യാഴാഴ്ച ഉംറക്ക് പോകുന്നു. ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം എന്ന് നമ്മുടെ അഹമ്മദ് കങ്കോല് അദ്ദേഹം PM ചെയ്തതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ അമലുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അമലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിനൊക്കെയുള്ള പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യട്ടെ, ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്റെ 3 വയസ്സുള്ള മകന് ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്ന അസുഖമുണ്ട്. അവന് തലക്ക് ഇന്നലെ ആ വിഷയം സമദ് ഫൈദിയോട് പറഞ്ഞിരുന്നു. സമദ് ഫൈദി ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ ആമീൻ ചെല്ലുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവന്റെ അസുഖമൊക്കെ മാറ്റി കൊടുത്തുകൊണ്ട് നല്ല ആരോഗ്യവും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും ഒക്കെ പ്രദാനം ചെയ്യട്ടെ, ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. പിന്നെ കുട്ടിക്ക് ഒരു ഓത്ത് പഠിയുവാൻ മറക്കാതിരിക്കാനും
ഒരാള് ജിദ്ദയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്ക് ഇങ്ങനെ മറക്കുകയാണ്, ഇപ്പൊ എല്ലാം മറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് അവന്റെ മഹദായ ഫضل കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും മറ്റു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവന്റെ സാലിഹ്യങ്ങളായ അടിയാറുകളുടെ ഒക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് നല്ല ബുദ്ധിയും നല്ല ഫഹ്മും നല്ല ഹിൽമും തന്റേടവും ഒക്കെ അള്ളാഹു നൽകട്ടെ. നാഫിഅ ഇൽമിനെ ആ കുട്ടിക്ക് അള്ളാഹു നൽകട്ടെ. ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ഒരു ഉന്നതനായ കുട്ടിയാക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എന്റെ മൂത്താപ്പാന്റെ മകന്റെ ഭാര്യയുടെ ഉമ്മയും ആങ്ങളയും ആങ്ങളമാരുടെ ഭാര്യമാരും കുട്ടികളും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സുമായി ഇടിച്ചു. ആങ്ങളമാരുടെ 2 കുട്ടികൾ മരിച്ചു. പടച്ചോനെ, ഉമ്മയും ഭാര്യമാരും പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ആണ്, സീരിയസ് ആണ് എന്ന് കേട്ടു. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകട്ടെ. അപകടഘട്ടമൊക്കെ തരണം ചെയ്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുവരട്ടെ. ആ കുട്ടികൾ മരിച്ചു. ആ മരിച്ചതിനുള്ള ഒരു മുസീബത്തിൽ അവർക്ക് അതിന്റെ പേരിൽ അല്ലാഹു തആല ക്ഷമ പ്രദാനം ചെയ്യുകയും മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ പൂർണ്ണമായ പ്രതിഫലം അവർക്ക് അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. അവർക്ക് അവരുടെ അപകടഘട്ടമൊക്കെ തരണം ചെയ്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അല്ലാഹു തിരിച്ചു കൊണ്ടുവരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അമുസ്ലിം മരണപ്പെട്ടാൽ അനുശോചനം 1 മിനിറ്റ് മൗനമായി നിന്ന് രേഖപ്പെടുത്തൽ ഹറാമാണോ? ഹറാമൊന്നുമില്ല. അതൊരു ഒരു മറ്റ് മതങ്ങളുടെ ആചാരമാണോ നോക്കണം നമ്മൾ. അങ്ങനല്ല, ഹിന്ദുമതത്തിന്റെയോ അല്ലെങ്കിൽ ക്രിസ്തുമതത്തിന്റെ ആചാരം എന്നല്ല. എന്ത് മരിച്ചാൽ ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി 1 മിനിറ്റ് നേരം മൗനമായി നിൽക്കുക എന്നുള്ളത് അതൊരു മതത്തിന്റെ ആചാരമല്ല. അത് ഹിന്ദുമതത്തിൽ അങ്ങനൊന്നുമല്ല. ഹിന്ദുമതത്തിൽ ദുഃഖം ആചരിക്കാൻ അങ്ങനെയല്ല, ക്രിസ്തുമതത്തിന്റെ ആചാരവുമല്ല. പിന്നെ അത് നമ്മുടെ ഭാരതീയ, അത് ഇന്ത്യയിലുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു സ്വഭാവമാണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒരു മതത്തിന്റെ ആചാരമല്ല. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് അത് ഹറാമെന്ന് പറയാൻ വയ്യാന്ന്. അത് അനുവദിക്കപ്പെട്ട വിഷയമാണ്. ആരും മരിച്ചാലേ അല്ലേ ഒരു മിനിറ്റ് നേരം ദൈവമൊന്നും ഉണ്ടാകാതെ നിൽക്കുക, അതൊന്നും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. മറ്റ് മതസ്ഥരുടെ ആചാരമാകുമ്പോൾ ആ ആചാരം നാം സ്വീകരിക്കൽ ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. ഇത് അങ്ങനത്തെ മറ്റു മതസ്ഥരുടെ ആചാരമല്ല. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്നലെ ബാംഗ്ലൂരിൽ പാണക്കാട് സയ്യിദന്മാരും ഉസ്താദ് സിംസാർ പോട്ടെ അന്യപുരുഷന്മാരെ തൊട്ട് സ്ത്രീ ശരീരം മുഴുവനും മറക്കുന്നതിന്റെയും മുഖം മറക്കുന്നതിന്റെയും മദ്ഹബ് വിശദീകരണം അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിസ്കാരത്തിലല്ല, നിസ്കാരത്തിന്റെ പുറത്ത്, നിസ്കരിക്കുന്ന അവസരം അല്ലാത്ത അവസരത്തിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീ എല്ലാം മറക്കണമെന്നാണ് എല്ലാ മദ്ഹബുകളിലെയും പ്രബലമായ അഭിപ്രായം. മനസ്സിലാക്കണം. അന്യപുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീ അവരുടെ മുഖവും മുങ്കയും അടക്കം എല്ലാം മറക്കൽ നിർബന്ധമാണ്, അത് വെളിവാക്കൽ ഹറാമാണ് എന്നാണ് എല്ലാ മദ്ഹബിലെയും പ്രബലമായ അഭിപ്രായം. എന്നാൽ പ്രബലമല്ലാത്ത അഭിപ്രായമുണ്ട്. ഏത്? നിസ്കാരത്തിന്റെ പുറത്തും നിസ്കാരത്തിന്റെ അതേമാതിരി തന്നെ ഉള്ളൂ, മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ മറച്ചാൽ മതി എന്ന് പിന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? എന്നാൽ പ്രബലമായ അഭിപ്രായം അന്യപുരുഷന്മാർ, എല്ലാ പുരുഷന്മാരുടെ മുമ്പിലല്ലേ പറഞ്ഞ അന്യപുരുഷന്മാര്, അവിടെ തൊട്ടാൽ ഒതു മുറിയുന്ന പുരുഷന്മാരുണ്ടല്ലോ, അങ്ങനെ ആ അന്യപുരുഷന്മാർ, അവളെ വിവാഹം കഴിക്കൽ അനുവദനീയമായ പുരുഷന്മാര്, അങ്ങനെയുള്ള പുരുഷന്മാരുടെ മുമ്പിൽ ശരീരം മുഴുവൻ മറക്കൽ നിർബന്ധമാണെന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ പ്രബലമല്ലാത്ത അഭിപ്രായമുണ്ട്. എന്ത്? നിസ്കാരത്തിൽ ഉള്ളതുപോലെ തന്നെ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ മറച്ചാൽ മതി, മുഖവും മുങ്കയും മറക്കൽ നിർബന്ധം ഇല്ല എന്ന അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായം മോശമൊന്നല്ല, അങ്ങനെ അഭിപ്രായമുണ്ട്. ഏതായാലും നല്ലതെന്ന് തന്നെയാണ് ആ പ്രബലമായ അഭിപ്രായം പിടിച്ചതെല്ലാം മറക്കലാണല്ലോ നല്ലത്. ഇവിടെ മദ്ഹബ് വിവരിക്കാനും മദ്ഹബിന് എല്ലാ മദ്ഹബൊന്നും പിന്നിക്കാനും അറിയുന്നില്ല. എന്നാലും മദാഹിബുൽ അർബഅയിൽ ഇങ്ങനെ പറയുന്നു,
മദാഹിബുൽ അർബഅ. അൽ മാലികിയത്തു ഖാലു ഇന്ന ഔറതഹ മഅ മഹാരിമിഹ الرجالي مع محارمها الرجال هي جميع بدنها ما عدا الوجه والأطراف. പിന്നെ ഈ ഒരു സ്ത്രീയുടെ ഔറത്ത് അവളുടെ മഹറമായ ഉണ്ടല്ലോ, അവളെ തൊട്ടാൽ പോലും മുറിയാത്ത ആളുകളുണ്ടല്ലോ പുരുഷന്മാര്, അവരുടെ അടുക്കൽ ഒരു സ്ത്രീക്ക് പിന്നെ മുഖവും മുങ്കയും, പിന്നെ മുഖവും അതുപോലെ തന്നെ മുങ്കൈ മാത്രമല്ല, മുങ്കൈ അതുപോലെ കാലിന്റെ പാദം, പെരടി, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒഴിവാക്കാം. ഇതാണ് മാലിക്കി മദ്ഹബ്. നിസ്കാരത്തിന്റെ വിഷയമല്ല പറഞ്ഞത്, നിസ്കാരത്തിന്റെ പുറത്തേ എന്ത് ചെയ്യാ, അവളെ തൊട്ടാൽ, അവളെ കാണൽ, അവളെ വിവാഹം കഴിക്കൽ ഹറാമായ ആളുകളുണ്ട്. വാപ്പ, സഹോദരന്മാര്, എളാപ്പാര്, അമ്മാവന്മാര് പോലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ മുമ്പിൽ ഒരു സ്ത്രീക്ക് എത്ര ഒളിവാക്കാന്നാണ് മാലിക്കി മദ്ഹബ്. തല എന്ത് ചെയ്യാം, മുഖം ഒളിവാക്കാം അല്ലേ. പിന്നെ തലമുടിയൊക്കെ ഒളിവാക്കാം. പെരടി, 2 കൈ, അതുപോലെ തന്നെ 2 കാലിന്റെ പാദങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഒളിവാക്കാം. അതിന്റെ അപ്പുറം ഒളിവാക്കാൻ പാടില്ല. ഇനി വാപ്പാന്റെ മുമ്പിലാണ് ശരി, എന്റെ സഹോദരന്മാരുടെ മുമ്പിലാണെങ്കിലും ശരി, അതിനൊരു കണക്കുണ്ടല്ലോ അല്ലേ. الحنابلة قالوا إن عورتها مع محارمها الرجال هي جميع بدنها ما عدا الوجه والرقبة والرأس واليدين والقدم والساق. പിന്നെ ഹംബലി മദ്ഹബ് ഇങ്ങനെയാണ്, ഒരു സ്ത്രീയുടെ ഔറത്ത്, അവളെ വിവാഹം കഴിക്കൽ ഹറാമായ അവളുടെ ആളുകൾ ഉണ്ടാവുമല്ലോ, വാപ്പ, സഹോദരന്മാര്, അമ്മാവന്മാര്, എളാപ്പാര് പോലെയുള്ള ആളുകൾ, അവരുടെ മുമ്പിൽ ഒരു സ്ത്രീ എന്തൊക്കെ മറക്കണം? മുഖം മറക്കൽ നിർബന്ധമില്ല, പെരടി മറക്കൽ നിർബന്ധമില്ല, തല മറക്കൽ നിർബന്ധമില്ല, 2 കൈ മറക്കൽ നിർബന്ധമില്ല. അതുപോലെ തന്നെ കാലിന്റെ പാദവും തണ്ടൻകാലുണ്ടല്ലോ, മുട്ടിന്റെ താഴ്ഭാഗം, അതും ഒഴിവാക്കാം എന്നാണ് ഹംബലി മദ്ഹബ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സ്ത്രീകളുടെ മുമ്പിലും അങ്ങനെ തന്നെ, പെണ്ണുങ്ങളുടെ മുമ്പിലേ വാപ്പാന്റെയും സഹോദരന്മാരെയൊക്കെ മുമ്പിൽ ഒഴിവാക്കാൻ പറ്റണ തന്നെ പിന്നെ മറ്റ് സ്ത്രീകളുടെ മുമ്പിലും ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഷാഫി മദ്ഹബ്. ആ വിഷയത്തിൽ ഇപ്പൊ എന്താണ് ഷാഫി മദ്ഹബ്? പിന്നെ മുഖം ഒഴിവാക്കല്ലേ, ആരുടെ മുമ്പിൽ? വാപ്പാന്റെയും ആങ്ങളാരൊക്കെ മുമ്പിലേ, അമ്മമാര്, എളാപ്പാര് പോലെയുള്ള അവളെ വിവാഹം കഴിക്കൽ ഹറാമായ ആളുകളുടെ മുമ്പിൽ പിന്നെ മുഖം ഒഴിവാക്കാം, 2 മുങ്കൈ ഒഴിവാക്കാം. അതന്നെ. പിന്നെ ഇന്ന വജ്ഹൽ മർഅത്തി വകഫൈഹ ഔറത്തും ബിനിസ്ബതി, അത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ, അന്യപുരുഷന്മാരുടെ മുമ്പിൽ. അതാ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അങ്ങനല്ല, എല്ലാ മദ്ഹബിലെയും പ്രബലമായ അഭിപ്രായം മുഖവും മുഖയും അടക്കം എല്ലാം മറക്കരുത്. എന്നാൽ പ്രബലമല്ലാത്ത, എന്നാൽ വളരെ പിന്നെ വൈഫൊന്നല്ലാത്ത അഭിപ്രായം തന്നെയാണ് ഏത്? മുഖവും മുഖയും നിസ്കാരത്തിന്റെ പുറത്തും സ്ത്രീക്ക് മറക്കാൻ നിർബന്ധമില്ല എന്ന അഭിപ്രായം ഷാഫി മദ്ഹബില്. പിന്നെ എന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ വക്കൽ സക്കാത്തിന്റെ 2.5% 3750 രൂപ ഉണ്ട്. അവകാശികളായ മിസ്കിന്മാർ മാത്രമേ ഉള്ളൂ. ഈ സംഖ്യ എത്ര ആൾക്ക് കൊടുക്കണം? തുല്യമായി കൊടുക്കണോ? ജോലിയിലാണ്. ഉത്തരം PM. അദ്ദേഹത്തിന് ഞാൻ PM കൊടുത്തിട്ടുണ്ട് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന് ഇപ്പൊ എന്താണ് ചോദ്യം? എന്താണ് അദ്ദേഹത്തിന്റെ പിന്നെ 3750 റുപ്യ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അടുക്കൽ വലിയ സംഖ്യ ഉണ്ട്. ആ സംഖ്യന്റെ 2% ആളെ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ 2% എന്ന് പറഞ്ഞത് ഈ 3750 ആണ്. അദ്ദേഹത്തിന്റെ മഹലിലാണെങ്കിലോ സക്കാത്തിന്റെ 8 അവകാശികളുണ്ടല്ലോ, 8 വിഭാഗക്കാരുണ്ട് സക്കാത്തിന്റെ അവകാശികൾ. അതിൽ നിന്ന്
മിസ്കിൻ എന്ന് പറയുന്ന അവകാശികൾ അവർ മാത്രമേ ഉള്ളൂ. മൂപ്പര് പറഞ്ഞു ഉള്ളല്ലേ മുമ്പ്, അതിനിപ്പോ നമ്മൾ മറുപടി പറയേണ്ടത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹു അങ്ങനെ മൂപ്പര് അങ്ങനെ പറഞ്ഞു, മൂപ്പര് നാട്ടിൽ മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, മിക്കവാറും നാട്ടിലൊക്കെ മിസ്കിന്മാരുണ്ടാവും, ഫക്കീർമാരുണ്ടാവും, അല്ലെ, കടം കൊണ്ട് വലഞ്ഞ ആളുകൾ ഉണ്ടാവും. കടം കൊണ്ട് വലഞ്ഞ ചില രാജ്യങ്ങളൊക്കെ പുതുസ്ലാമികളും ഉണ്ടാവും. അപ്പൊ 4ആയില്ലേ, അങ്ങനൊക്കെ ഉണ്ടാവും. ഏതായാലും ഇദ്ദേഹത്തിന്റെ രാജ്യത്ത് ആരുള്ളൂ സക്കാത്തിന്റെ അവകാശികളായി? ഈ മിസ്കിന്മാര് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ 3750 റുപ്യ സക്കാത്ത് കൊടുക്കണം. അത് എത്ര ആൾക്ക് കൊടുക്കണം? ഏറ്റവും ചുരുങ്ങിയ 3 ആൾക്ക് കൊടുക്കണം. ആ മിസ്കിന്മാരിൽ നിന്ന് 3 പേർക്കെങ്കിലും പിന്നെ സക്കാത്ത് കൊടുക്കണം. ഈ 3 പേർക്കും തുല്യമായി കൊടുക്കണം എന്നില്ല, പലർക്കും പരമാവധി കൊടുക്കാം. ഒരാൾക്ക് 2000, ഒരാൾക്ക് 1000, ഒരാൾക്ക് 750, അങ്ങനെ കൊടുക്കാം. ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണ്. ഇപ്പൊ മിഞ്ഞാന്നേറ്റ വന്ന PM, എന്തായാലും നമ്മള് PM മറുപടി പറഞ്ഞില്ലേ, ലേഖനത്തൊന്നും വായിച്ചിട്ടില്ലേ. നമുക്ക് വേണ്ടപ്പെട്ട ആളെ പേരൂടെ പറഞ്ഞില്ല. അവർക്ക് 3 പെൺകുട്ടികളാണ്. ഇപ്പൊ ഗർഭിണിയാണ് അവര്. ഈ പ്രസവത്തിൽ ഗർഭത്തിൽ ഉള്ളത് ഒരു ആൺകുട്ടിയെ ആവണം, ദുആ ചെയ്യേണ്ട ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വാലിഹായ ഒരു ആൺകുട്ടിയെ നിങ്ങൾക്ക് അവളുടെ ഈ പ്രസവത്തിൽ അള്ളാഹുത്തല നൽകട്ടെ. അള്ളാഹു നല്ല ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന സൽസ്വഭാവിയായ സ്വാലിഹായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ലൊരു ഒരു കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസവത്തിൽ നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലി സ്വഹ്ബിഹി അജ്മഈൻ. ഇൻസ്റ്റാൾമെന്റ് വഴി സാധനം വാങ്ങിയാൽ പലിശ ആകുമോ? ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ ആഴ്ചക്ക് പലിശ ആയിക്കോണമെന്നില്ല. പക്ഷെ അത് ഒരു സാധനം, ആ സാധനം പിന്നെ അതിന്റെ വിലയും പിന്നെ തവണകളായി അടക്കുന്നതിന്റെ പേരിൽ പിന്നെ അധികവും കൊടുക്കേണ്ടി വരികയാണ്. നല്ലത് പലിശയാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 1000 റുപ്യന്റെ സാധനമാണ്. 1000 റുപ്യക്ക് അയാൾ ഈ സാധനം ഇയാൾക്ക് വിറ്റത് എന്താണ്? ഈ സാധനത്തിന്റെ 1000 റുപ്യാണ് വില. പക്ഷെ നീ എന്ത് ചെയ്യണ്ട, നീ റൊക്കമായി തരണ്ട, നീ പിന്നെ മാസം അടച്ചെന്നാ മതി. പക്ഷെ എത്ര വേണം? മാസം 100 റുപ്യ അടക്കണം. അങ്ങനെ ഒരു വർഷം. അപ്പൊ 1200 ആയല്ലോ. ഇങ്ങനെ ആകുമ്പോൾ പലിശയാണ്. അത് പലിശയാണ്, അത് ഹറാമാണ്, പാടില്ല. നേരെ മറിച്ച് അയാൾ എന്ത് ചെയ്തു? അയാളെ സാധനം അയാൾക്ക് ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാർക്ക്. അയാൾ പറഞ്ഞു ഈ സാധനത്തിന്റെ വില 1200 ആണ്. നീ എന്ത് ചെയ്താൽ മതി? മാസം 100 റുപ്യ അടച്ചാൽ മതി. അങ്ങനെ ഒരു വർഷം. അപ്പൊ അയാൾ വിൽക്കുന്നത് തന്നെ 1200-നാണ്. എന്നാൽ അത് പലിശ അല്ല. നേരെ മറിച്ച് അയാൾ വിൽക്കുന്നത് 1000-നാണ്. പക്ഷെ അയാൾ റൊക്കം കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യാണ്? 1200 വാങ്ങുകയാണ്. എന്നാൽ അത് പലിശ ആവുകയും ചെയ്യും. പിന്നെ വിവാഹ ബന്ധം ഹറാമായ സ്ത്രീ പുരുഷൻ ഇടയിൽ മറക്കൽ നിർബന്ധമായ ഔറത്ത് ഏതാണ്? വിവാഹബന്ധം ഹറാമായ സ്ത്രീ പുരുഷൻ ഒക്കെ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഇവിടെ വിവാഹബന്ധം ഹറാമായപ്പോ വാപ്പ, അല്ലെ, വാപ്പാന്റെ ഒക്കെ മുമ്പില് സാധാരണ ഇപ്പൊ നമ്മള് പിന്നെ അവളുടെ തല ഒളിവാക്കാം, അതുപോലെ തന്നെ മുഖം വെളിവാക്കാം, തല ഒളിവാക്കാം, പെരടി ഒളിവാക്കാം, കയ്യിന്റെ മുട്ടൊക്കെ ഉണ്ടല്ലോ, കയ്യിന്റെ മുട്ടിന്റെ താഴ്ഭാഗങ്ങളൊക്കെ ഒഴിവാക്കാം, കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ മുട്ടുപൊക്കലിന്റെ ഇടയുള്ള സ്ഥലം, അതുപോലെ തന്നെ അവളുടെ സ്ഥലം പോലെയുള്ള സ്ഥലം വാപ്പാന്റെ മുമ്പിലും അതുപോലെ തന്നെ സഹോദരന്മാരുടെ മുമ്പിലും ഒഴിവാക്കാൻ പാടില്ല. അതാ സാധാരണ വെളിവാകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാം. കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗം, കൈയിന്റെ മുട്ടിന്റെ താഴ്ഭാഗം, തല, മുഖം, പെരടി, കഴുത്ത്, ഇങ്ങനെയുള്ള ഇതൊക്കെ അവളുടെ സഹോദരന്മാര്, വാപ്പ പോലെയുള്ള വിവാഹബന്ധം ഹറാമായ ആളുകളുടെ മുമ്പിൽ ഒഴിവാക്കാം. അല്ലാത്തൊന്നും ഒഴിവാക്കാൻ പാടില്ല. പിന്നെ ളുഹറിന്റെ സമയത്തിന് മുമ്പ് തുടങ്ങുന്ന ജുമഅക്ക് ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്യുമ്പോൾ ആ മദ്ഹബിൽ വുളു ഷർത്തുകൾ, നിസ്കാരം
ബാത്തിലാവുന്ന കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളും പഠിക്കേണ്ടത് വരില്ല. പഠിക്കൊന്നും വേണ്ട. ആ മദ്ഹബ് അനുസരിച്ച് അവന്റെ നിസ്കാരം സഹിയായാൽ മതി. ആ മദ്ഹബിന് ഉളു പിന്നെ നിസ്കാരത്തിന്റെ ഫർളുകൾ ഷർത്തൊക്കെ പഠിക്കൊന്നും വേണ്ട. ആ മദ്ഹബ് പ്രകാരം അവന്റെ നിസ്കാരം സഹിയായാൽ മതി. ആ മദ്ഹബ് പ്രകാരം പിന്നെ അവന്റെ ഉളു സഹിയാണെങ്കിൽ ഷാഫി മദ്ഹബില് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹംബലി മദ്ഹബില് പിന്നെ തല മുഴുവൻ തടവൽ നിർബന്ധമാണ്. ചെവി തടവലും നിർബന്ധമാണ്. നമ്മുടെ മദ്ഹബിലോ തല മുഴുവൻ തടവൽ സുന്നത്താണ്, ചെവി തടവൽ സുന്നത്താണ്. അപ്പൊ നമ്മുടെ മദ്ഹബിലെ സുന്നത്തൊക്കെ അതാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത്. നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ ഒളു എടുത്ത് നിൽക്കുക. എന്നാല് 4 മദ്ഹബിലും അവന്റെ ഒളു സഹിയായിട്ടുണ്ട്. അപ്പോ അങ്ങനെ ചെയ്താൽ മതി. അതുപോലെ നിസ്കാരം തന്നെ. നിസ്കാരം നമ്മുടെ മദ്ഹബിൽ സൂക്ഷ്മത പോലെ നിസ്കരിച്ച ഒരു മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരം ബാത്തിലായിട്ടുണ്ടാവില്ല. നമ്മുടെ മദ്ഹബിലെ നല്ല സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമല്ല. ആ നിസ്കാരം എല്ലാ മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരം ആയിട്ടുണ്ടാവും. അത് ബാത്തിലാതാവൂല. നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും നിസ്കരിച്ചാലും മതി. അപ്പൊ നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ ഒളു ചെയ്തു, എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ നിസ്കരിക്കുകയും ചെയ്ത് നിൽക്കുന്ന എല്ലാ 4 മദ്ഹബ് അനുസരിച്ച് വന്ന നിസ്കാരം സഹിയായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആയാൽ മതി. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ അമ്മായിക്കാക്ക മരിച്ചു. ഇന്നലെ എന്റെ വല്യപ്പാന്റെ 13ാമത്തെ ആണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സുഖത്തിലാക്കി കൊടുക്കട്ടെ. ഗൾഫിലെ ഖിബലയെ പറ്റി ഒന്ന് വിവരിക്കാമോ? ഗൾഫിലെ ഖിബല എന്താ? ചിലർ അല്പം വലത്ത് ഭാഗത്തേക്ക് തെറ്റി നിൽക്കുന്നു, ചിലർ ഇടത്ത് ഭാഗത്തേക്ക് തെറ്റി നിൽക്കുന്നു. ഏതാണ് ശരി? എനിക്കതിനെ പറ്റി അറിയില്ല. ഞാൻ അങ്ങനെ കണ്ടില്ല. കുറെ ആൾക്കാർ വലത്തോട്ടും കുറെ ആൾക്കാർ ഇടത്തോട്ടും തെറ്റി അങ്ങനെ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ സാധാരണ പള്ളികളിലൊക്കെ ഗൾഫിലെ പള്ളി ഇതുണ്ടല്ലോ, നോക്കിയാൽ മതി. ഏറ്റവും ചുരുങ്ങിയതന്നെ പിന്നെ ഈ വടക്കം നോക്കിണ്ടല്ലോ, ഈ ദലീല് അല്ലെ, ദലീലൊക്കബില. ഈ വടക്കം നോക്കി വാങ്ങുമ്പോൾ ഒരു ദലീലൊക്കബില കിട്ടും. ഒരു ചെറിയൊരു പുസ്തകം ഉണ്ടാവും. ആ പുസ്തകത്തിലുണ്ട് പിന്നെ വടക്കം നോക്കിന്റെ ആ സൂചി ഉണ്ടാവുമല്ലോ, ആ സൂചി നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് എത്ര ഡിഗ്രിയാണ് തെറ്റേണ്ടത് എന്ന്. ഇമാറാത്ത്, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, അങ്ങനെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പേരുണ്ടായത്. ആ ഓരോ രാജ്യത്തും ആ വടക്കം നോക്കിയുടെ സൂചിയിൽ നിന്ന് എത്ര ഡിഗ്രിയാണ് തെറ്റേണ്ടത് എന്ന്. അപ്പൊ അതാണ് ഇപ്പൊ ഒരു അത് മനസ്സിലാക്കാനുള്ള ഒരു മാർഗം. പിന്നെ അതൊന്നും എന്താ ആവശ്യമില്ല. ഓരോ രാജ്യത്തും ഒരു പള്ളിയില്ലേ, പള്ളിയിലൊരു മെഹ്റാബില്ലേ, അതിനെ എഴുത്തിമാത് ചെയ്യാം. നമ്മുടെ കിതാബുകളൊക്കെ കാണാം. ഒരു രാജ്യത്തിന്റെ പള്ളിയുടെ മെഹ്റാബ് അതിനെ എഴുത്തിമാത് ചെയ്തുകൊണ്ട് നിസ്കരിക്കാം. അറിഞ്ഞ് വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗൾഫിൽ പള്ളിയില്ലേ, പള്ളിയിൽ മെഹ്റാബില്ലേ, അവിടെ തന്നെ അതന്നെ ആ ഭാഗത്ത് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുക. അപ്പൊ നിങ്ങൾ റൂമിലൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ അതേ ആ നിലക്ക് നോക്കിയാൽ മതി. ആ പള്ളി അതിന്റെ അടുത്തുള്ള പള്ളി, ആ പള്ളിന്റെ മെഹ്റാബ് അങ്ങനെ അത് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഏത് രീതിയിലാണ് നിൽക്കുന്നതൊക്കെ നോക്കുക. ആ രീതിയിൽ ശരിയാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ആ വടക്കം നോക്കി വാങ്ങുമ്പോൾ ലഭിക്കുന്ന ആ ദലീലുൽ ഖിബ്ല എന്ന് പറഞ്ഞ ചെറിയ പുസ്തകം ഉണ്ട്. ആ പുസ്തകം വാങ്ങുക. എന്നിട്ട് ആ പുസ്തകത്തിൽ എന്തുണ്ടാവും? അതിൽ ഇമാറാത്ത് ഇത്ര ഡിഗ്രി, ഒമാൻ ഇത്ര ഡിഗ്രി, ബഹ്റൈൻ ഇത്ര എന്നൊക്കെ ഓരോ രാജ്യത്തിന്റെയും ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രി കണക്കാക്കേണ്ടത് ആ വടക്കം നോക്കി യന്ത്രത്തിന്റെ സൂചി ഉണ്ടാവും. ഉദാഹരണം അങ്ങനെ നിൽക്കുമ്പോ എപ്പോഴും വടക്ക് ഭാഗത്തായിരിക്കും എന്റെ ആ സൂചി. ആ സൂചിന്റെ അവിടുന്ന് എത്ര ഡിഗ്രിയാണ് ഇമാറാത്തിൽ തെറ്റേണ്ടത്, എത്ര ഡിഗ്രിയാണ് ഇന്ത്യ തെറ്റേണ്ടത്, കേരളത്തിൽ തെറ്റേണ്ടത് ഒക്കെ ഉണ്ടാവും. അതുപോലെ നിന്നാൽ മതി. അത് ശ്രദ്ധിക്കുക. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഭാര്യയെ വിസിറ്റ് വിസക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം ശരിയാക്കി തരട്ടെ. ഹജ്ജും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉംറയൊക്കെ ചെയ്യാൻ നിങ്ങളെ പിന്നെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിന്റെ മാർഗ്ഗങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെലവാക്കാൻ പറ്റും? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ
പലിശ ആ പലിശ കൊണ്ട് ഇന്നെ ചെയ്യാന്ന് പറയുമ്പോ ആ പലിശന്റെ കാര്യത്തിൽ ഒരു ഗൗരവം കിട്ടുന്നില്ല അവിടെ അല്ലെ. ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശ എന്ത് വിഷയത്തിൽ ചെലവാക്കാൻ പറ്റുന്ന പറയുമ്പോഴേ ഇന്ന വിഷയത്തിൽ ചെലവാക്കുന്ന അപ്പൊ അതിന് ഗൗരവം അതൊരു ഗൗരവത്തിൽ കണക്കാക്കൂല. ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനവുമായും ഒരു മുസ്ലിമിന് ഒരു ഇടപാട് നടത്താൻ പാടില്ല, ഹറാമാണെന്ന. പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിലേ അതിൽ പണ്ടം പണയം വെക്കുക, അതുപോലെ തന്നെ അതിൽ നിന്ന് ലോൺ എടുക്കുക, അതിൽ നമ്മുടെ പൈസ അതിൽ നിക്ഷേപിക്കുക പോലെയുള്ള എല്ലാ ഇടപാടുകളും ഹറാമാണ്. ഒരു ഇടപാടും പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനവുമായി നമുക്ക് നടത്താൻ പാടില്ല. അതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് വളരെ നിർബന്ധമായ സാഹചര്യം ഉണ്ടായി നിൽക്കുക, അങ്ങനത്തെ സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടുന്ന വളരെ നിർബന്ധമായ സാഹചര്യം ഉണ്ടായി, എന്നാൽ അപ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പണം അടക്കേണ്ടി വരും അല്ലെ. ബാങ്കിലേക്ക് നാട്ടിലേക്ക് പൈസ അയക്കണം. അതിന് ഗവൺമെന്റ് അംഗീകരിച്ചൊരു മാർഗം എന്ന് പറഞ്ഞാൽ ബാങ്ക് മുഖേന ഡ്രാഫ്റ്റ് ആയിട്ട് അങ്ങനെ അയക്കലാണ് ഇപ്പോ ഗവൺമെന്റ് അംഗീകരിച്ച മാർഗം. മറ്റ് മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നാം ചോദ്യം ചെയ്യപ്പെടും, നാം ശിക്ഷിക്കപ്പെടും. അപ്പൊ അതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് പൈസ അയക്കണം. അതിന് ബാങ്കിനെ സമീപിക്കുകയല്ലാതെ മാർഗമില്ല. നമ്മുടെ നാട്ടിലെ ബാങ്കാണെങ്കിലോ പലിശ ഇടപാട് നടത്തുന്ന ബാങ്കാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ബാങ്ക് മുഖേന നമുക്ക് പൈസ അയക്കാം. അത് അനുവദിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പൊ നമുക്ക് പലിശ കിട്ടുമൊന്നുമില്ല, അതുകൊണ്ട് അതിൽ പലിശ കിട്ടുന്നില്ല. നാട്ടിലേക്ക് പൈസ അയക്കണിച്ചിട്ട് പലിശ കിട്ടൂല. പലിശ കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? പലിശ കിട്ടണമെങ്കിൽ നമ്മൾ നിശ്ചിത സംഖ്യ നിശ്ചിത സമയം ബാങ്കിൽ സൂക്ഷിക്കണം, എന്നാലാ പലിശ കിട്ടുക. ഒരു നിശ്ചിത അങ്ങനത്തെ അത്തരം പലിശ ഇടപാട് നടത്തുന്ന ബാങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ പാടില്ല, ഹറാമാണ്. പലിശ ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പൈസ നിക്ഷേപിക്കാൻ പാടില്ല, ഹറാമാണ്. ഇനി അതും അനുവദിക്കപ്പെടുന്ന വിഷയം ഉണ്ടാവില്ലേ, നമുക്ക് വേറെ സ്ഥലത്ത് സൂക്ഷിക്കാൻ മാർഗമില്ല നിൽക്കുക. വേറെ സ്ഥലത്ത് മറ്റൊരു കുറച്ച് പൈസ ഉണ്ട്, ആ പൈസ ബാങ്കിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിക്കാൻ മാർഗമില്ല. വേറെ സ്ഥലത്ത് സൂക്ഷിക്കാൻ പേടിയാണ്. ആർക്കും കൊടുക്കുകയാണെങ്കിൽ തിരിച്ചു കിട്ടുമെന്നുള്ള പേടിയുണ്ട്. ഇനി അതല്ല വേറെ വെച്ചിക്കുകയാണെങ്കിൽ കള്ളന്മാർ കട്ടുകൊണ്ടു പോകുമെന്ന് പേടിയുണ്ട്. അതല്ലെങ്കിൽ നിശ്ചയ സംഖ്യന്റെ അപ്പുറം നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പിടികൂടുമോ എന്ന അങ്ങനെ പേടിയുണ്ട് അല്ലെ. അങ്ങനെയുള്ള നിർബന്ധമായ സാഹചര്യമാണ്. അപ്പൊ ആ പൈസ വേറെ എവിടെയും സൂക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ബാങ്കിൽ സൂക്ഷിക്കാം. ബാങ്കിൽ സൂക്ഷിക്കുമ്പോഴാണെങ്കിലോ അതിന് പലിശ കിട്ടും ചെയ്യും. ബാങ്കിൽ സൂക്ഷിക്കുമ്പോഴേ അതിന് പലിശ കിട്ടും ചെയ്യും. അപ്പൊ ആ പലിശ എന്താ ചെയ്യേണ്ടത് അല്ലെ, അതാണ് തുടർന്നുള്ള വിഷയം. ആ പലിശ എന്താ ചെയ്യേണ്ടത്? ആ പലിശ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഒക്കെ ഫത്വ അത് പൊതുവിഷയത്തിൽ ചെലവഴിക്കുക എന്നാണ്. പൊതുവിഷയത്തിൽ ചെലവഴിക്കുക. പബ്ലിക് കിണർ, റോഡ് പണി, പിന്നെ വിളക്ക് കാലുകൾ, വെയിറ്റിംഗ് ഷെഡ്, പിന്നെ കുളം ഉണ്ടാക്കുക, കിണറുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അത്തരം വിഷയങ്ങൾ ചെലവഴിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വ. പിന്നെ പാവപ്പെട്ട ഒരാൾ ഉംറക്ക് പോകുന്നു, അയാൾക്ക് സക്കാത്തിന്റെ പൈസ കൊടുത്താൽ സക്കാത്ത് വീടുമോ? അയാൾ സക്കാത്തിന്റെ അവകാശമാണ്, വീടും അല്ലെങ്കിൽ കൂടില്ല. അയാൾ ഉംറക്ക് പോകാനും വേണ്ടില്ല, ഹജ്ജിന് പോകാനും വേണ്ടില്ല, എന്ത് ചെയ്താലും വേണ്ടില്ല. അയാൾ സക്കാത്തിന്റെ 8 അവകാശികളുണ്ടല്ലോ. ഫക്കീർ, മിസ്കിൻ, കടം കൊണ്ട് വലഞ്ഞവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവര്, മോചനപത്രം എഴുതിയ അടിമ, ഇങ്ങനൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഹലാല യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അല്ലെങ്കിൽ സക്കാത്തിന്റെ ആമിലീങ്ങൾ, ഇങ്ങനെ 5-8 അവകാശികളുണ്ടല്ലോ സക്കാത്തിന്റെ. ആ സക്കാത്തിന്റെ അവകാശികൾപ്പെട്ട ആളാണ് ആ ഉംറക്ക് പോണ ആള് എങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുത്താൽ കൂടും, അല്ലെങ്കിൽ കൂടൂല. അല്ലെങ്കിൽ കൂടൂല. ഉംറക്ക് ഇഹ്റാം കെട്ടിയാൽ കണ്ണ് തിരുമ്മിയപ്പോൾ കൺപിരികം കൊഴിഞ്ഞാൽ ഫിദിയ കൊടുക്കണം, വേണം. ഫിദിയായി അവന്റെ സ്വന്തം അവന്റെ പ്രവർത്തനം കൊണ്ടാണ് മുടി കൊഴിഞ്ഞത് നിൽക്കുക. അവൻ കണ്ണ് തിരുമ്പുമ്പോഴോ നിനക്ക് അത് അവന്റെ പ്രവർത്തനം കൊണ്ടാണല്ലോ. അവന്റെ പ്രവർത്തനം കൊണ്ടാണ് മുടി കൊഴിയുന്നത്. എന്നാൽ അതിന് പിന്നെ ഫിദിയ കൊടുക്കണം. അതാണ് ഇത് നശിപ്പിക്കലാണല്ലോ, മുടി പോലെ നീക്ക നശിപ്പിക്കലാണ്. അപ്പൊ എങ്ങനെ ചെയ്താലും ഫിദിയ ഉണ്ട്. അത് ഒരു മുടിയെ കൊഴിക്കണത് ഒരു മുദ്ദ് കൊടുക്കുക,
അല്ലെ? 2 മുടി കൊഴിഞ്ഞിക്കണമെങ്കിൽ 2 മുദ്ദ് കൊടുക്കുക. നേരെ മറ്റേ 3 മുടി കൊഴിഞ്ഞു നിൽക്കുക. എന്നാലും അവിടെ പൂർണ്ണമായ ഫിദിയ 6 മിസ്കീന്മാർക്ക് അരസായ വീതം, 6 മിസ്കീന്മാർക്ക് അരസായ വീതം പിന്നെ ഭക്ഷണധാന്യം നൽകുക. പിന്നെ രണ്ടിലധികം മുടി കൊഴിഞ്ഞിക്കണമെങ്കിലാണ് ഫുൾ ഫിദിയ കൊടുക്കാന്ന് പറഞ്ഞത്. ഒരു മുടിയാണെങ്കിൽ ഒരു മുദ്ദ് 650 ഗ്രാം അരി കൊടുത്താൽ മതി. 2 മുടിയാണെങ്കിൽ 2 മുദ്ദ് 1 കിലോ 300 അല്ലെ? 3 മുടിയാണെങ്കിൽ പൂർണ്ണമായ ഫിദിയ വേണം. ഒരു പൂർണ്ണമായ ഫിദിയ ആവശ്യത്തിൽ പൂർണ്ണമായ ഫിദിയ ഒന്നുകിൽ 6 അർത്ഥം കൊടുക്കുകയോ അല്ലെങ്കിൽ 6 മിസ്കിന്മാർക്ക്, അതാണ് ലാഭം അല്ലേ? 6 മിസ്കിന്മാർക്ക് അരസായ വീതം, അരസായ എന്ന് പറഞ്ഞാൽ 300, 1 കിലോ 300 ഗ്രാം വീതം 6 മിസ്കിന്മാർക്ക് കൊടുക്കുക. എന്നാലൊരു പൂർണ്ണമായ ഫിദിയ ആയി. അല്ലാഹു റബ്ബി. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പനി മാറിയ പനിയാ എന്താപ്പത്? PANI എന്നാണ് അല്ലേ? ഏതായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല പനിയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പിന്നെ ശിഫ പ്രദാനം ചെയ്യട്ടെ അല്ലെ? നല്ല ജോലി കിട്ടാൻ ദുആ ചെയ്യുക അടിയിലും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൈറായ, നിങ്ങളുടെ മനസ്സിന് നല്ല തൃപ്തി വരുന്ന നല്ല ജോലി നൽകുകയും അതിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി കട്ടിലിൽ നിന്ന് വീണു, തലയുടെ ഉള്ളിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നു, സുഖമാവാൻ ദുആ ചെയ്യുക എന്ന് നമ്മുടെ RCKP ആണ് പറഞ്ഞ. നിങ്ങളൊക്കെ ദുആർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. സാധാരണ PA ചെയ്ത ആളുകളുടെ പേര് അങ്ങനെ ഉത്തമാക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അപകടത്തിനും പെടുത്താതെ അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുകയും ഇപ്പോഴും അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ആക്കുകയും ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. RCKPന്റെ മക്കളൊക്കെ അള്ളാഹു തആല ഉന്നതരാക്കട്ടെ, ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, എത്ര PM ഇതൊക്കെ ഇപ്പൊ എപ്പോഴാണ് ഞാൻ ഇത് വായിച്ച് തീരുക? ഇപ്പൊ വായിച്ച് തീർക്കുന്നതിന് ശേഷം ഇതിനൊക്കെ മറുപടി അടിക്കണം എപ്പോഴേലായിട്ട്. ഏതായാലും അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വലിയ അശുദ്ധിയോടുകൂടെ ദിക്റും സ്വലാത്തും ചെല്ലാം. വലിയ അശുദ്ധിയോടുകൂടെ ദിക്റ് സ്വലാത്തൊക്കെ ചെല്ലാം. ഖുർആൻ എന്ന കരുത്തോടു കൂടി ഓതാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഖുർആൻ എന്ന കരുത്തോടു കൂടി ഓതാൻ പാടില്ല. വേറെ ദിക്റുകളും സ്വലാത്തൊക്കെ വലിയ അശുദ്ധിക്കാർക്ക് ചെല്ലാം, യാതൊരു കുഴപ്പവും ഇല്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. മകൾക്ക് സുഖമില്ല, ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മകൾക്ക് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. അവൾക്ക് നല്ല സിഹത്തും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. 26-ാം തീയതി എക്സാം റിസൾട്ട് അറിയും. നല്ല മാർക്കോട് കൂടി ജയിക്കാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യമായ വിജയം നൽകട്ടെ. നല്ല ഇസ്സത്തുള്ള വിജയം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിക്കാഹ് ടെലിഫോണിൽ നടത്തിയാൽ സാധുവാകുമോ? സാധു ആവൂല. ടെലിഫോണിലൂടെ അതല്ലെങ്കിൽ മറ്റേത് കോൺഫറൻസ് ഉണ്ടല്ലേ, വീഡിയോ കോൺഫറൻസ്, അങ്ങനെ നിക്കാഹ് നടത്തിയാൽ സഹിയാവുകയില്ല. പിന്നെ നമ്മുടെ ഫിഖിന്റെ കിതാബിന്റെ ഒക്കെ ഇബാറത്തിൽ തന്നെ ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 2 സാക്ഷികൾ വേണം. നിക്കാഹിന്റെ സദസ്സിൽ 2 സാക്ഷികൾ ഹാജരാവണം. പിന്നെ വലിയും ഹാജരാവണം. അതുപോലെ തന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് പറയാ, പുതിയാപ്പളയും 2 സാക്ഷികളൊക്കെ അവിടെ ഹാജരാവണം. പിന്നെ എന്താണ് മനസ്സിലായില്ല. എന്റെ മോൾക്ക്
ചിക്കൻ ബോക്സ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫ പ്രദാനം ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫ എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സ്വന്തം മദ്രസയും ഖുർആനും കത്തിക്കാമോ? ബറ്റൻക്ക് എന്തൊരു വലിയ ലെവലിയാവല്ലേ. കൊറേ മഹാപിരാന്തന്മാരുണ്ടല്ലേ. കൊറേ ഒന്നും വേറൊന്നും പറയാനില്ലല്ലോ അല്ലെ. ഒരു മറ്റൊരു കൂട്ടര് അങ്ങോട്ട് പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ മേൽ നുണ പറഞ്ഞു, വ്യാജ സനതുണ്ടാക്കി അല്ലെ, ഇതൊക്കെ പറഞ്ഞത്. വ്യാജ സനതുണ്ടാക്കി റസൂലുള്ളാഹിന്റെ പേരിൽ നുണ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഇതിന് പണം പിരിച്ചിട്ട് ഉണ്ടാക്കിയില്ല. എന്താണ് ആസ്പത്രി ഉണ്ടല്ലോ, എന്താണ് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയില്ല, ദന്ത ആസ്പത്രിയോ അത് ഉണ്ടാക്കിയില്ല, സിമന്റ് ഉണ്ടാക്കിയില്ല, അതൊക്കെ അല്ല നമ്മൾ പറയല്ലേ. നോളജ് സിറ്റി ഉണ്ടാക്കിയില്ല, മറ്റേ പള്ളി ഉണ്ടാക്കിയില്ല, ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ട് പോലും ഓരിപ്പോ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ മദ്രസ കത്തിക്കാമോന്ന്. പറച്ചിന് കേട്ടതൊന്നും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സാറാണ് പോയി കത്തിച്ചിക്കണതെന്ന്. ഓന്റെ ചെങ്ങായിമാര് ഇങ്ങക്ക് നിങ്ങളുടെ ഏറ്റവും ടോപ്പ് നേതാക്കന്മാരെ കുറിച്ചാണ് ഈ ആരോപണമൊക്കെ ഉള്ളത്. ഇതിനെക്കാളഞ്ഞ് ആ മുടി കൊടുന്ന ആളെക്കായി വലിയ ആള് പതിലില്ലല്ലോ. അയാളാണ് വ്യാജ സനതുണ്ടാക്കി, അയാളാണ് വ്യാജ മുടി റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞത്. ഇതിപ്പോ ആരാ മദ്രസ കത്തിയ? ചെറുശ്ശേരി സാറാ? അല്ല. ഹമീദ് ഫൈസിയ? അല്ല. ഇനി വല്ല പഞ്ചായത്ത് പിന്നെ ജില്ലാ നേതാക്കന്മാരാണോ? അല്ല. താലൂക്ക് നേതാക്കന്മാരാണോ? അല്ല. പിന്നെ ആരാണ്? ഓർക്കും അറിയില്ല എന്നെ. പിന്നെ അതൊരു സയദിന്റെ പേരാണ്. ആ സയദി സമസ്തന്റെ ആരെങ്കിലും? ആരുമല്ല. ഏറ്റവും ചുരുങ്ങിയ അവിടുത്തെ ശാഖ SSFന്റെങ്കിലും ആരെങ്കിലും ആണോ? അതുമല്ല. ജയിലിലാരാ കിടക്കാൻ? ജയിലിൽ സയദി കിടക്കുന്നുണ്ട്. സയദിയ കോളേജിൽ നിന്ന് പറഞ്ഞാൽ തന്നെ വലുതാണ് അല്ലേ. ജയിലിലാരാണ്? ജയിലിൽ ചെറുശ്ശേരി ഉള്ളത് ആണോ? ഹമീദ് ഫൈസിയ? നാസർ ഫൈസി കൊടുത്തായ? അബ്ദുസമദ് കൊട്ടൂര? ഓണംപള്ളി ഉസ്താദ? ആരാടെ കുട്ടികളുള്ളത്? അപ്പൊ പോട്ടല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നിക്കാഹ് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ പലിശ പൈസ കൊണ്ട് ബാങ്കിൽ ലോൺ എടുക്കുന്നവർക്ക് അടക്കാൻ നൽകാൻ പറ്റുമോ? അത് എനിക്കറിയില്ല. ഞാൻ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വയാണ്. അപ്പൊ അത് നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ചേ സ്വന്തമായൊന്നും പറയാൻ അറിയില്ലോ. വേറെ വലിയ ആളുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞെന്ന് പറയാൻ. ചെറുശ്ശേരി ഉസ്താദിന്റെ ഫത്വ ഇങ്ങനെയാണ്, പൊതുവിഷയങ്ങൾ ചെലവഴിക്കാം എന്നാണ്. പൊതുവിഷയങ്ങളിൽ ചെലവഴിക്കാം, മറ്റേ എനിക്കറിയില്ല. പിന്നെ എന്താണ് ശൈത്താനെ ഈ വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ കണ ഈ ശൈത്താന്മാരെ വേണ്ടെടുക്കാൻ കാണാം വെറുതെ. മൂപ്പർക്കിപ്പോ ആ പിന്നെ മറ്റേ എന്താണ് കത്തിച്ചതേ, മദ്രസ കത്തിച്ചത് ആരോടെ ചെങ്ങായി കത്തിച്ചത്? ആളെ പേരാൻ പറഞ്ഞി. ആരാ കത്തിച്ചത്? പറയും. തീർച്ചയായും കത്തിച്ചത് ആളെ പേര് പറയും. സമസ്തന്റെ ആരാന്ന് പറയുന്നത്. എന്നാ വ്യാജ മുടി കൊണ്ടുവന്നത് ആളെ പേര് ഞാൻ പറയില്ല. അങ്ങനെ അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് വ്യാജ സന്നദ്ധാരുണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം. മറ്റേ ഇതിനെന്താ നോളജ് സിറ്റിക്ക് പണം പിരിച്ചിട്ട് നോളജ് സിറ്റി ഉണ്ടാക്കാത്ത ആളാരാണ്? പള്ളിക്ക് പണം പിരിച്ച് പള്ളി ഉണ്ടാക്കാത്ത ആളാരാണ്? അതൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ നീ പറയും ആരാണ് ആ കത്തിച്ചതെന്ന്, സമസ്തന്റെ ആരാന്ന് പറയും. അത് പോട്ടെ. പിന്നെ യാത്രക്കാരൻ എന്നതിൽ ഗൾഫിൽ പോകുന്നവന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഹലാലായ ആവശ്യത്തിന് കൊണ്ട് പറ്റും. ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരനാണ്. അയാളുടെ ആ ഹലാലായ യാത്ര പൂർത്തിയാക്കാൻ അയാൾക്ക് പൈസ ഇല്ല നിൽക്കുക. അയാൾക്ക് എന്നാൽ അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്.
അത് ഗൾഫിൽക്കാരനും വേണ്ട എടുക്കാനും വേണ്ട ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരനാണ്. ആ യാത്രക്കുള്ള സംഖ്യ അയാളുടെ കയ്യിൽ ഇല്ല. എന്നാൽ അയാൾക്ക് സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് അയാൾക്ക് കൊടുക്കാവുന്നതാണ്. അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്. ആ പൈസ വാങ്ങിയിട്ട് അയാൾക്ക് യാത്ര ചെയ്യാം. പിന്നെ സഹോദരന്മാരെ, എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കറിയുന്ന ഒരു വിഷയം ഇതാണ്. ഏത് പൊതുവിഷയത്തിൽ ചെലവഴിക്കാം, അതെനിക്കറിയുള്ളൂ. ഞാൻ മുസ്ലിമിന് കൊടുക്കാൻ പറ്റുമോ? പിന്നെ മുസ്ലിം അതെനിക്ക് ആ വിഷയത്തിലേ ഒരു കാര്യമായ ഒരാള് പറഞ്ഞു കേൾക്കണ്ടെന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കേട്ടതാണ് ബഹുമാനത്തെ വിഷയത്തിൽ ഇങ്ങനെ അത് പൊതുവിഷയങ്ങൾ ചെലവഴിക്കാം. അതാ. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭാര്യക്ക് സുഖമില്ല. അസുഖം മാറാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫദ്ല് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മാതാപിതാക്കൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമില്ല. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഉംറക്ക് ഇത് നാളെ നിങ്ങൾ ഇത് പിഎം ചെയ്തിരുന്ന ദുആ ചെയ്ത ആളുടെ വിഷയം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാപിതാക്കൾക്കിടയിൽ നല്ല ഇൽഫത്ത്, അല്ലെ, നല്ല ഐക്യവും സ്നേഹവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഒരു മാതൃക മാതാപിതാക്കൾ ആക്കട്ടെ. അവരൊക്കെ അവരുടെയുള്ള പ്രശ്നങ്ങളൊക്കെ അള്ളാഹു തീർത്തുകൊണ്ട് അവർക്കിടയിൽ നല്ല സ്നേഹവും ഐക്യമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അവർക്കൊക്കെ അവരെ കൊണ്ട് ഉംറ ചെയ്യിപ്പിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ്. ഈയിടെ ചെങ്ങായി എനക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഞാൻ ഇവിടെ ഒരു വിഷയത്തില് മറുപടി പറയാണ്. എന്നിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ പറ്റെനിക്ക് എന്തായിരിക്കും ഇവിടെ ഓരോ മനുഷ്യന്മാരുടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാറ്, ഫിഖഹി സംബന്ധമായ ചോദ്യങ്ങൾ. അപ്പൊ അതിന് മറുപടി പറഞ്ഞതിന്റെ ഇടയിൽ അതിൽ ദുആ ചെയ്യാൻ എന്ത് ആവശ്യപ്പെടുക, നമ്മൾക്ക് സാധിക്കാൻ രീതിയിൽ ദുആ ചെയ്യുക. അതിന്റെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കാൻ ഇബ്ലീസിന്റെ പണിയെടുക്കണ പിശാചുക്കൾ എന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പനവർക്ക് വീട്ടിലായിട്ട് ദ്വാർന്നാലും അത് പാടിച്ചല്ലേ. അതൊന്നും നിർത്തിച്ചല്ലേ. ഒന്നാണ്ട് കേടായിട്ട് ദ്വാർന്നിട്ടുണ്ടെങ്കിൽ അതിനും ഒരു പാടില്ലാത്ത വിഷയമാണല്ലോ. പോട്ടെ, ഹല്ലി. പിന്നെന്താണ്? $132 കിലോമീറ്റർ ജോലിയുടെ ഭാഗമായി യാത്ര ചെയ്യുന്നവന് ജംആക്കാം. 132 കിലോമീറ്റർ ജോലിന്റെ ഭാഗമായാലും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടില്ല. 132 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്ക് അവൻ യാത്ര ചെയ്യുന്ന ആളാണ്. ഹലാലായ യാത്രയാണ്. എന്നാൽ അവന് ഖസറും ജംഅൊക്കെ ആക്കാം, വിരോധമില്ല. ആ ജോലിന്റെ ഭാഗമായിട്ട് ആരും വേണ്ടില്ല, എങ്ങനെയാലും വേണ്ടില്ല. അത് അനുവദിക്കപ്പെടുന്ന വിഷയമാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ളുഹ്ർ, അസ്ർ എന്നീ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകൾ ഉണ്ടോ? ഇല്ല. സിഗാറുൽ മുഫസ്സലാണ്. പിന്നെ താഴ്ഭാഗത്തുള്ള സൂറത്തുകൾ ഉണ്ടല്ലോ, അത് ഓതനാണ് ഏറ്റവും ഉത്തമം എന്നല്ലാതെ ളുഹ്ർക്ക് ഇന്ന ദിവസം ളുഹ്ർക്ക് ഇന്ന സൂറത്ത് എന്ന് പ്രത്യേകമായി നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളും സാധാരണ കിതാബുകളൊന്നും കണ്ടിട്ടില്ല. മഗ്‌രിബിക്ക് ഉണ്ടല്ലേ, മഗ്‌രിബിക്ക് പിന്നെ വെള്ളിയാഴ്ച രാത്രി മഗ്‌രിബിക്ക് ഇന്നതാണ്, വെള്ളിയാഴ്ചയുടെ ഇശാക്ക് ഇന്ന സൂറത്ത്, സുബഹിക്ക് ഇന്ന സൂറത്ത് എന്നൊക്കെ നമ്മുടെ ഫിഖഹിന്റെ കിതാബിലൊക്കെ ഉണ്ട്. അതേസമയത്ത് ളുഹ്റിന് ഇന്ന സൂറത്ത് എന്നുള്ളത് പ്രത്യേകമായി ഇല്ല. ഏത് സൂറത്തും ഓതുന്നത് ഒരുപോലെ തന്നെയാണ്. പിന്നെ പിന്നെന്താണ്? കുടുംബത്തിൽപ്പെട്ട ആളെങ്കിലും വീട് ആളാണെങ്കിലുമല്ലോ, എന്താ ചോദ്യം മനസ്സിലായില്ല. കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിലും വീടുമല്ലോ എന്നുള്ളത് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഞാനെന്തെങ്കിലും പറഞ്ഞതിന്റെ ബാക്കിൽ പറഞ്ഞു അല്ലേ?
പാവപ്പെട്ട ഒരാൾ ഉംറക്ക് പോകുന്നു. അതങ്ങനെ ചോദിക്കും, നിങ്ങൾ ഇവിടെ ഉണ്ടാ, നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് ഈ ചോദിച്ച ആൾ ഇവിടെ ഉണ്ടപ്പോ നിങ്ങളിപ്പോ ഇവിടെ ഉണ്ടെങ്കിലൊന്ന് ഒരു എസ് അടിക്ക്. അദ്ദേഹം ചെയ്യാതെ നോക്കട്ടെ. അദ്ദേഹം ഇല്ലാന്ന് തോന്നുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. തസ്ബീഹ് നിസ്കാരം ഒന്ന് വിവരിക്കുമോ? തസ്ബീഹ് നിസ്കാരം വിവരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക? തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുക, 2 റക്അത്ത് പിന്നെ നിസ്കരിച്ച് സലാം വിട്ടുക. ഇതാണ് രാത്രി നിസ്കരിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ സലാത്തുൽ ലൈലി മസ്ന അല്ലേ, ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ് രാത്രി നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ലത്. ഇനി 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കും ചെയ്യാം. പകലെങ്ങനെ നിസ്കരിക്കാം? ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടുക, അല്ലെങ്കിൽ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക, അങ്ങനെയാവാം. രാത്രി നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഈ 2 റക്അത്ത് നിസ്കരിക്കലാണ്. ഒരു റക്അത്തിൽ 75 തസ്ബീഹ് പൂർത്തിയാക്കുക. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 75 പ്രാവശ്യം ഒരു റക്അത്തിൽ പൂർത്തിയാക്കുക. അപ്പൊ 4 റക്അത്തും ആകുമ്പോൾ 300 പിന്നെ തസ്ബീഹായി. അങ്ങനെ 300 തസ്ബീഹ് പിന്നെ ചൊല്ലിക്കൊണ്ടുള്ള നിസ്കാരം, അതാണ് തസ്ബീഹ് നിസ്കാരം. അത് പിന്നെ ഈ 300 തസ്ബീഹ് എന്ന് പറഞ്ഞാല് അത് സുന്നത്ത് പിന്നെ കിഫായ എന്നല്ലത്, അല്ല സുന്നത്ത് ഇതല്ല, എന്താണ് അബായ സുന്നത്തിൽ പെട്ടതൊന്നും കിഫായ അല്ല, അബായ സുന്നത്തിൽ പെട്ടതൊന്നും അല്ലാന്ന്. അല്ലാതെ അഥവാ ചെയ്തില്ല നിൽക്കുക, എന്നാലും സഹീവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തില്ല എന്നർത്ഥം. പിന്നെ അത് പരിഹരിക്കേണ്ടതും ഇല്ല. പിന്നെ റുക്കോയിലോ സുജൂദിലൊക്കെ പിന്നെ അത് പൂർത്തിയായി ചെല്ലാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അത് പിന്നെ നൃത്തത്തിലോ അല്ലെങ്കിൽ റുക്കോയിലോ സുജൂദിലൊക്കെ അത് പരിഹരിക്കാവുന്നതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് പിന്നെ നഷ്ടപ്പെട്ട തസ്ബീഹുകൾ ഇഅ്തിദാലിലും അതുപോലെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിനും മുണ്ടെടുക്കാൻ പാടില്ലാത്തതുമാണ്. കാരണം ഇഅ്തിദാലും പിന്നെ 2 സുജൂദിന്റെ ഇരുത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഖസീറായ റുക്നാണ്. അപ്പൊ റുക്കൂവിൽ ഒരാൾ 10 സലാത്ത് തസ്ബീഹ് ചെല്ല, റുക്കൂവിൽ 10, അത് റുക്കൂവിൽ 10 സലാത്ത് തസ്ബീഹ് ചെല്ലാൻ മറന്നു നിൽക്കുക. എന്നാൽ പിന്നെ ഇഅ്തിദാലിൽ ഇത് ചെയ്യാൻ പാടില്ല, അത് വീണ്ടെടുക്കാൻ പാടില്ല. കാരണം ഇഅ്തിദാല് കൂടുതൽ നീട്ടാൻ പാടില്ലാത്ത റുക്നാണ്. അതുപോലെ തന്നെ പിന്നെ എവിടെയും വീണ്ടെടുക്കാൻ പറ്റില്ല, 2 സുജൂദിന്റെ ആയിട്ടുള്ള ഇരുത്തത്തിലും വീണ്ടെടുക്കാൻ പറ്റില്ല. കാരണം 2 സുജൂദിന്റെ ആയിട്ടുള്ള ഇരുത്തവും കൂടുതൽ നീട്ടാൻ പറ്റാത്ത പിന്നെ ഇതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. കുഴൽപ്പണത്തിന് ഷെയർ കൊടുക്കുന്നത് ഹലാലാണോ? കുഴൽപ്പണത്തിന് അതിന്റെ കുഴൽപ്പണം പറഞ്ഞാൽ ഹലാല കച്ചവടം തന്നെയല്ലേ അല്ലേ? കുഴൽപ്പണം എന്ന് പറഞ്ഞാൽ എന്താണത്? ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പണം ശേഖരിക്കുക, ആ പൈസ കൊണ്ട് സ്വർണം പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങുക, എന്നിട്ട് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുക. അതുകൊണ്ടൊക്കെ ധാരാളമൊന്നുമില്ല. ഇവിടെ നിന്ന് സാധനം എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു, അത് ലാഭമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുന്നു. ആ ലാഭത്തിന്റെ വിഹിതം അതിൽ പൈസ കൊടുത്ത ആളുകൾക്കും ലഭിക്കുന്നു. അപ്പൊ കച്ചവടം നടത്തുന്നത് ഹലാലായ രീതിയിലെ കച്ചവടം നടത്താൻ വേണ്ടിയാണ് ആ പൈസ അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഷെയർ കൂടുന്നതുകൊണ്ട് വിരോധമില്ല. ഷെയർ വെട്ടിക്കൊന്നും വേണ്ട. ഇതിന് ടാക്സ് വെട്ടിക്കാത്തതും ഉണ്ട്. ടാക്സ് വെട്ടിക്കണൊക്കെ ഹറാമെന്നും പറയാൻ വയ്യ. ടാക്സ് വെട്ടിക്കുന്ന അതിനൊക്കെ പല വകുപ്പുകളുണ്ടായിരുന്നു. ടാക്സ് വെട്ടിക്കുന്നതൊക്കെ എന്നാ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ കച്ചവടങ്ങളൊക്കെ ഉണ്ടാവൂലല്ലേ? നാട്ടിലിപ്പോ എന്തെല്ലാം ടാക്സ് വെട്ടിക്കലുണ്ട്. 10 ലക്ഷം റുപ്യന്റെ വീടാണ് ഉണ്ടാക്കിയത്. 10 ലക്ഷം റുപ്യന്റെ വീടാണെങ്കിൽ അതിന്റെ ടാക്സ് ഒരു കൊല്ലത്തില് ചിലപ്പോ 2000-3000 ഒക്കെ ഉണ്ടാവും. അപ്പോ അതേ സമയത്ത് 10 ലക്ഷത്തിന്റെ വീടിന് 10 ലക്ഷം കാണിക്കൂല, ഒരു 5 ലക്ഷമൊക്കെ കാണിക്കുള്ളൂ ആ വീട്. അപ്പോ അവിടെ ടാക്സ് വെട്ടിക്കണ്ടല്ലോ അല്ലെ? അങ്ങനെ ഒരുപാട് ടാക്സ് വരലുണ്ട്. അപ്പൊ എല്ലാ ടാക്സ് വെട്ടിക്കലും ടാക്സ് വെട്ടിക്കാൻ പറ്റുമെന്ന് പറയല്ലാണത്. എല്ലാ ടാക്സ് വെട്ടിക്കലും
ബഹുമാനപ്പെട്ട MT ദാരിമിന്റെ ഒരു ക്ലാസ് തന്നെ ഒരിക്കണ്ടായിരുന്നു. MT ദാരിമിൻ തന്നെ അല്ലേ? ഭരണകൂടത്തിന് വഴിപ്പഴ നിർബന്ധമുള്ള ഘട്ടവും നിർബന്ധമില്ലാത്ത ഘട്ടങ്ങളും, ഭരണകൂടത്തെ ധിക്കരിക്കാൻ ഹറാമായ അവസരങ്ങളും ഹറാമല്ലാത്ത അവസരങ്ങളും. അത് MT ദാരിമിന്റെ അതിന്റെ ഒരു ക്ലാസ് കുറെ മുമ്പ് ഇവിടെ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പൊ അങ്ങനെയുണ്ട്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാൻ ഗവൺമെന്റ് ഒരു തീരുമാനം തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം ലംഘിക്കുന്നത് മൂലം ആ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അതിന്റെ ആപത്തുണ്ടായിത്തീരും. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ലംഘിക്കൽ ഹറാമാണ്. അപ്പൊ അതൊക്കെ ഹറാമാവും. നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഹറാമാണ്. അപ്പൊ ഏതായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൂടുതൽ പഠിച്ചനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പിന്നെ കുറച്ച് മോശമായിട്ട് എന്തെങ്കിലും സംസാരം സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അത് ഈ കുട്ടിയോടെ മനുഷ്യനെ പിരാന്ത് പിടിപ്പിക്കാൻ വേണ്ടി കുട്ടികളോടൊന്നും ടെക്സ്റ്റ് ഇതേയുള്ളൂ അല്ലേ. ഇവിടെ ഒരു ചെങ്ങായുണ്ട്, വേറെ ചെങ്ങായുണ്ടല്ലേ എപ്പോഴും ഒരു മൈക്കെടുത്ത് കണ്ടല്ലേ, ആ മുസാഫ് എത്തിക്കാൻ പാടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടല്ലോ ഒരു ചെങ്ങായുണ്ടല്ലേ അല്ലേ. എന്താണ് എപ്പാ മൈക്കെത്താതെ പോകുമ്പോൾ അതാ ചോദിക്കാറുള്ളത് അല്ലേ. എന്നിട്ട് ആരാ കത്തിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്കാർക്കും മറുപടി അറിയില്ല. അതാണ് ചെറുശ്ശേരി സാധു അല്ലെ ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ ശാഖ SKSSF ആരെങ്കിലും ആവണ്ടേ അല്ലേ. എന്നാലും അതൊന്നും ആരാന്ന് ഓൽക്കൊന്നും അറിയില്ല. എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അപ്പൊ അത്തരം ചില PM വന്നപ്പോൾ നമ്മുടെ അടുക്കൽ നിന്ന് ചില മോശമായ ശൈലി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാതെ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളാക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു ദീനിന്റെ അഹ്ലുകാരാകട്ടെ, ദീനിന്റെ ഖാദിമീങ്ങളാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ട് നമുക്ക് അള്ളാഹു ഉപകാരം നൽകട്ടെ. നമ്മളെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം നൽകട്ടെ. മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ മരിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ വുളൂ ഉള്ള അവസരത്തിൽ അള്ളാഹു നമ്മെ മരിപ്പിക്കട്ടെ. നമ്മൾ ചെയ്ത സാലിഹായ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും നമ്മുടെ ഖബറിൽ അള്ളാഹു നമുക്കത് തുണയായി നൽകുകയും ചെയ്യട്ടെ. നമ്മുടെ ഹിസാബൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എളുപ്പമാക്കി തരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരികയും റസൂലുള്ളാഹിന്റെ ജിവാറിലായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.